മോഹൻലാൽ ഫിലിംസ് കാണുമോ? കാണും. ഇപ്പം മോഹൻലാലിന്റെ റിലീസ് ആവാനിരിക്കുന്ന മലക്കോട്ട വാലിബനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? കൊള്ളാം. അപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരി പടങ്ങൾ കാണാറുണ്ടോ? ചിലതൊക്കെ കാണാം. അപ്പം ഈ ഒരു പടം കാണാനുള്ള ഒരു കാരണം മലക്കോട്ട വാലിബൻ കാണുമോ? തിയേറ്ററിൽ പോയി കാണുമോ? കാണും. അപ്പം അത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു കാരണം മോഹൻലാലാണോ അതോ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണോ? മോഹൻലാൽ മൂവീസ് കാണാറുണ്ടോ? കാണാറില്ല. എക്സ്പെക്ടേഷൻ ഇല്ല. മൂവീസ് കാണാറുള്ള കൂട്ടത്തിലാണോ? കാണാറുള്ളൂ. മോഹൻലാൽ ഫാനാണോ? ഫാനാണ്. അപ്പം മോഹൻലാൽ ചെറിയൊരു ഫാനാണ്. ഓക്കെ. അപ്പം ആ മൂവിനെ പറ്റി വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ഈ അടുത്ത് ഇറങ്ങിയ സിനിമകൾ കാരണമാണോ ഈ എക്സ്പെക്ടേഷൻ കുറഞ്ഞത്? അല്ല, ചില ആൾക്കാരുടെ വാക്കുകൾ കാരണം അയാളുടെ ഫാമിലി തന്നെയുള്ള ആൾക്കാർ തന്നെ അയാളെ തള്ളി പറയുന്നിട്ട് തോന്നുന്നുണ്ട്. ഈ ജയിലറിനകത്ത് അയാൾക്ക് ഒത്തിരി അതില്ല, ജയിലറി അത്ര വിനായകനാണ് റോള് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അയാളെ എടുത്ത് പിടിക്കുന്നില്ല, മോഹൻലാലിനെ എടുത്ത് പിടിക്കുന്നുണ്ട്. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം ആ പടത്തിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യാൻ കാരണം എന്താണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണോ അതോ മോഹൻലാലാണോ? രണ്ടുപേരെയും പ്രതീക്ഷയുണ്ട്. ലാസ്റ്റ് ആയിട്ട് മോഹൻലാലിനെ കണ്ടത് ഈ സിനിമയാണ്. ഇപ്പൊ ലാസ്റ്റ് ഒന്നും പടം കണ്ടില്ല. ഇവിടെ ജോയിൻ ചെയ്ത് നമ്മൾ കാണാറുണ്ടായിരുന്നു. അപ്പം മോഹൻലാലിന്റെ സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളൊന്നും അത്ര വിജയകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത മോഹൻലാലിന്റെ ഒരു ഇറങ്ങാനിരിക്കുന്ന ഒരു സിനിമയുണ്ട്, മലക്കോട്ട വാലിബൻ എന്ന് പറ്റി. അപ്പം അതിന് ഭയങ്കര പ്രതീക്ഷയാണെന്നാണ് കേൾക്കുന്നത് പൊതുവേ. അപ്പം ചേട്ടന് പടത്തിന് നല്ല പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. മോഹൻലാലിന്റെ ഒരു തിരിച്ചറിവ് നമ്മൾ പതിയെ കണ്ടു. നേരിലൂടെ ഒരു തിരിച്ചറിവ് മോഹൻലാലിനെ നമ്മൾ കണ്ടു. അപ്പം മലക്കോട്ട വാലിബനോട് ശക്തമായിട്ട് മോഹൻലാൽ തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? വരണം. സത്യം പറയും മലയാളത്തിൽ അമിത പ്രതീക്ഷയുള്ള പടങ്ങൾ സാധാരണ പരാജയമാണ് എത്തിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് ഉയരാറില്ല. അപ്പോൾ വലിയ പ്രതീക്ഷ വെക്കുന്നില്ല. പ്രതീക്ഷ കുറവ് വെക്കുമ്പോൾ നമുക്ക് ആ പടം കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ. മോഹൻലാലിന് റിലീസ് ആവാനിരിക്കുന്ന സിനിമയാണ് മലക്കോട്ട വാലിബൻ. അതിന് എക്സ്പെക്ടേഷൻ ഉണ്ടോ? പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അപ്പം പ്രതീക്ഷയ്ക്കുള്ള കാരണം, റീസൺ? മോഹൻലാൽ ഒരു ഡിഫറെന്റ് ലുക്കിൽ വരികയാണ്. ഓക്കെ. പിന്നെ ഇത്ര ഒരു ഹൈപ്പ് വരുന്ന മൂവിയാണ്. അപ്പം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടമായതുകൊണ്ട് അതിന് വേറൊരു പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. അപ്പം ഒരു ഡിഫറെന്റ് സ്റ്റോറി ആയിരിക്കാം. ഓക്കെ. അപ്പം തിയേറ്ററിൽ പോകാനുള്ള റീസൺ മോഹൻലാലാണോ അതോ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണോ? രണ്ടുപേരും കാരണം. രണ്ടുപേരും ഉണ്ട്. അങ്ങനെ കാര്യമായിട്ടില്ല. എന്നാലും വരുമ്പോ സർപ്രൈസ് ആയിക്കോട്ടെ ഓർത്ത്. അത് തിയേറ്ററിൽ പോയി കാണുമോ അതോ OTT കൊണ്ട് വെയിറ്റ് ചെയ്യുമോ? തിയേറ്ററിൽ പോയിരിക്കുള്ളൂ. എക്സ്പെക്ടേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഇറങ്ങിയ മോഹൻലാലിന്റെ കുറെ ഫ്ലോപ്പ് ആണെന്നല്ലോ, അതിന്റെ അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ലിജോ ജോസ് പെല്ലിശ്ശേരി പടങ്ങളൊക്കെ കാണാറുള്ള കൂട്ടത്തിലാണോ? അങ്ങനെ കാണാറൊന്നുമില്ല. ഞാൻ വേണ്ടി ഇംഗ്ലീഷാണ് കാണാറ്. ഇംഗ്ലീഷായാല് വിജയിക്കൂലാവും. കാരണം മോഹൻലാലിന്റെ കാരണം ചിലപ്പോൾ വിജയിക്കും. ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒന്നും പറയാനില്ല. നേര് കണ്ടതും രണ്ടും രണ്ട് ഡ്രാമാറ്റിക് മൂവിയാണല്ലോ. അപ്പം അതെങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അതെ, നമ്മളിപ്പോ നല്ല ഹൈപ്പിൽ വന്ന മൂവികളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. പ്രതീക്ഷ നല്ല ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ബ്രോ ലാലേട്ടൻ ഫാനാണോ? അതെ, ലാലേട്ടൻ. LGP ആണോ അതോ ലാലേട്ടനാണോ കൂടുതലും പ്രതീക്ഷിക്കുന്ന പടത്തില്? LGP പ്രതീക്ഷിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ നേര് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത നേര് കണ്ടോ? നേരുണ്ട്. നേര് നല്ലോണം. അടുത്തത് വാലിബനായിരിക്കും ഉറപ്പാണ്. എങ്ങനെ ഉണ്ടായിരിക്കും? എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. LGP ലിജോ ജോസിനെ അറിയാലോ, ഇന്നലെ അഭിനയിപ്പിച്ച് അതിന് പണിയെടുപ്പിക്കും. സിനിമകൾ കാണാറില്ലേ? അങ്ങനെയല്ല, ഇറങ്ങിയിട്ടില്ല, അതിപ്പോ റിലീസ് ആവുന്നേ ഉള്ളൂ. അപ്പം അത് ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി പടമാണ്. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ലിജോ ജോസ് പെല്ലിശ്ശേരി പടങ്ങൾ കാണുന്നതാണോ? കാണാറൊക്കെ ഉണ്ട്. ലിയോ ആണ് കണ്ടത്. കണ്ടിട്ടില്ല. ഓക്കെ. അപ്പം അത് ആ പടം കാണാനുള്ള താല്പര്യം മോഹൻലാലാണോ അതോ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണോ? മോഹൻലാൽ. ഓക്കെ.